ഇന്നലെ രാത്രി ലൈവില് ആര്യനും അക്ബറും അതുപോലെ നമ്മുടെ അപ്പാനിയും കൂടെ രേണുവിനെ വന്ന് കളിയാക്കുന്നുണ്ട്. ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തമാശക്ക് ഓരോന്ന് പറയുകയാണ്. എന്നാൽ ആ സമയത്ത് രേണു സ്ഥിരം പറയുന്നത് പോലെ എന്നെ തളർത്താനാവില്ല. എന്നെ നിങ്ങൾക്ക് എങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല. എന്നെ നിങ്ങളുടേത് കേട്ട് ഞാൻ തകരില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേണു തിരിച്ചും പറയുന്നുണ്ട്. പിന്നെ രേണു പറയുകയാണ്, "എന്റെ ദേഹത്ത് കൈവച്ചാൽ എനിക്കത് താങ്ങാൻ പറ്റില്ല. ഒരുപക്ഷേ നിങ്ങൾ എന്നെ നുള്ളുകയോ, പിച്ചുകയോ, മാന്തുകയോ ചെയ്താൽ ഞാൻ തളരുമായിരിക്കും. അല്ലാതെ നിങ്ങളെക്കൊണ്ട് എന്നെ തളർത്താൻ കഴിയില്ല" എന്നാണ് രേണു തിരിച്ച് പറയുന്നത്. അവർ 4 പേരുണ്ട്. നമ്മുടെ അപ്പാനിയുണ്ട്. അതുപോലെ നമ്മുടെ അക്ബർ, ആര്യൻ ഇവര് 3 പേരും കൂടെ വന്നിട്ടാണ് പറയുന്നത്. അപ്പുറത്ത് ആദില, നോറയൊക്കെയുണ്ട്. എന്തായാലും ആ സമയത്താണ് രേണു ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ അക്ബർ പറയുന്നുണ്ട്, "ആരെടാ എന്റെ രേണു ചേച്ചിയെ തളർത്താൻ നോക്കുന്നത്? എന്റെ ശവത്ത് ചവിട്ടി വേണ്ടിവരും അങ്ങനെ ആവണമെങ്കിൽ" എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ ഇത്തിരി ചളിയൊക്കെ അടിക്കുന്നുണ്ട്. എന്നാലും മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ചിരിക്കുന്നത് കാണാം. എന്തായാലും അക്ബറിന് കൊടുത്ത ടാസ്ക് ആണല്ലോ രേണുവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്നുള്ളത്. എന്തായാലും അക്ബർ മാക്സിമം രേണുവിനെ ഇംപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ രേണു അത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ.